ബ്ലെസ്സിങ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം കൃപ, ദൈവത്തിൻ്റെ കൃപ. നമുക്ക് കൃപയില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. കൃപ, ദൈവത്തിൻ്റെ കൃപ. യോഹന്നാനും പറഞ്ഞ സുവാർത്ത 1-ാം അധ്യായം 16-17 വാക്യം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം പല്ലിനു പല്ല്, കണ്ണിനു കണ്ണ് എന്നുള്ള നിയമമായിരുന്നു. അതായത് തെറ്റ് ചെയ്താൽ ഉടൻ ശിക്ഷയായിരുന്നു. പഴയ നിയമം വായിക്കുന്നവർക്ക് അറിയാം, ഉടൻ തന്നെ ശിക്ഷ കൊടുക്കുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കൃപ ലഭിച്ചു. ആ കൃപ ലഭിച്ചിട്ടില്ലാത്തവര് ഇന്ന് തന്നെ കൃപ, ദൈവമേ എനിക്ക് നിന്റെ കൃപ വേണം. എല്ലാ മാനവ ജാതിക്കാകിയാണ് ദൈവം കൃപ നൽകിയിരിക്കുന്നത്. പക്ഷേ 100% അത് സ്വീകരിക്കുന്നില്ല. ആർക്കും വേണ്ട ദൈവത്തിന്റെ കൃപ. അവരുടെ ഇഷ്ടപ്രകാരം വിശാലമായ വഴിയാണ്, എതിലെ വേണേലും എങ്ങനെ വേണേലും നടക്കാം. അതേസമയം ഇടുക്കവും ഞെരുക്കമായ വഴിയിൽ കൂടെ പോകുന്നവർക്ക് ഈ കൃപ ലഭിക്കത്തുള്ളൂ. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവർക്ക് ഈ കൃപ ലഭിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കത്തില്ല. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തിലുള്ള സിംഹാസനത്തിൽ ഇരുന്ന ദൈവമാണ്. അവൻ സമ്പന്നനാണ്. എല്ലാ വിധത്തിൽ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്തല്ല. അവൻ എങ്ങനെയാണ് സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് യേശുക്രിസ്തു തൻ്റെ മഹിമ വിട്ട്, തൻ്റെ മഹിമയെല്ലാം വിട്ട് ഒന്നുമില്ലാത്തവനായി ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്നു. ദൈവം വിചാരിച്ചാൽ ഒരരമന വരട്ടെ എന്ന് പറഞ്ഞാൽ ഒരരമന ആയേനെ. പക്ഷേ നമ്മളെ രക്ഷിക്കണമെന്ന് വരികിൽ ദരിദ്രരായ നമ്മളെ, പാപങ്ങളായ നമ്മളെ, പാപികളായ നമ്മളെ രക്ഷിക്കണമെന്ന് വരികിൽ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ലോകത്തിലേക്ക് വന്ന് നമ്മളെ ആത്മീയമായി സമ്പന്നരാക്കുന്നതിന് വേണ്ടിയാണ് അവനെ പുൽത്തൊട്ടിയിൽ കീറിയ തുണി കൊണ്ട് പൊതിഞ്ഞ് അവിടെ കിടത്തിയത്. എല്ലാ മഹിമയും ത്യജിച്ചു വന്നു. ആ ദൈവകൃപ എന്ന് പറയുന്നത് അയോഗ്യരായ നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നതിന് വേണ്ടി തീർത്ത് വർണ്ണിക്കാൻ വയ്യാത്ത കൃപയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വർണ്ണിക്കാൻ വയ്യാത്ത കൃപയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ കൃപ വർണ്ണിക്കാൻ പറ്റത്തില്ല. കിർക്കനെന്ന് വരെ പറഞ്ഞു, താണജാതിക്കാരെന്ന് പറഞ്ഞു, എന്തെല്ലാം പഴികളും ദുഷികളും നിന്ദകളും അനുഭവിച്ചാണ് 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചത്. പക്ഷേ 3.5 വർഷം കൊണ്ട് അവൻ ഈ ലോകമെല്ലാം പിടിച്ചെടുത്തു. കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുത്തു, കാലില്ലാത്തവർക്ക് കാല് കൊടുത്തു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ചെങ്കടലിനെ 2ആയി വിഭാഗിച്ചു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഇന്നും അന്ന് ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും ഇവിടെ നടക്കുകയാണ്. എല്ലാ ദേശങ്ങളിലും നടക്കുകയാണ്. അവൻ്റെ എസർണല്ലി ഭൂതങ്ങൾ വിട്ടുപോകുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നു. അതുപോലെ തന്നെ അനേകവിധമായ രോഗികൾ സൗഖ്യമാകുന്നു. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. എഫേസ്യർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ ഒന്നും നമ്മളെ ദൈവം രക്ഷിച്ചില്ല. നമ്മളെ ദൈവം രക്ഷിച്ചത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പാപത്തിൻ്റെ അറിവും വിശ്വാസവും തന്ന് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ മനസ്സ് വരത്തില്ല. മകളെ പാപം ചെയ്യരുത്, മകനെ പാപം ചെയ്യരുതെന്ന്
പരിശുദ്ധാത്മാവ് വിലക്കും. അതേസമയം സാത്താൻ ഒരിടത്ത് നിന്നോണ്ട് നീ പൊക്കോ, നീ ചെയ്തോ, അങ്ങനെയാ ഇങ്ങനെയാന്നും പറഞ്ഞ് ബലം പിടിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള ഒരു വ്യക്തി സൈത്താനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോ എന്ന് പറഞ്ഞ് അവർ ജയമെടുക്കും. നമ്മൾ ഓരോരുത്തരും വിശ്വാസവും നമുക്ക് രക്ഷയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാലാണ്. കൃപയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല മക്കളെ. ഞാനിവിടെ നിൽക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നു എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങളിത് കേൾക്കുന്നുവെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയാണ്. കൃപയില്ല എങ്കിൽ നിങ്ങളിത് കേൾക്കത്തില്ല. നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുപോലെ തന്നെ തീത്തോസ് 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യരുടെ മേലും ദൈവത്തിൻ്റെ കൃപയുണ്ട്. എല്ലാ മനുഷ്യരുമേലും ദൈവത്തിൻ്റെ കൃപയുണ്ട്. എല്ലാവരും അത് സ്വീകരിക്കുന്നില്ല. കൃപ സ്വീകരിക്കുന്നവർക്കാണ് രക്ഷ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷ ഉണ്ടാകുന്നത് കൃപ സ്വീകരിക്കുന്നവർക്കാണ്. നിങ്ങൾ രൂപ കൊടുത്ത് മേടിക്കുന്ന അല്ല കൃപ, കടയിൽ കിട്ടുന്ന അല്ല കൃപ. ദൈവം നമുക്ക് ഉചിതമായി തന്നിരിക്കുന്നതാണ് ഈ കൃപ. ഈ കൃപ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ മക്കളെ. നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കണമെന്ന് വരികിൽ ഈ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റോമർ 3:24, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായമത്രേ നീതീകരിക്കപ്പെടുന്നത്. രക്ഷ നമുക്ക് കൃപയാൽ സൗജന്യമായിട്ട് കിട്ടിയതാണ്. നമ്മളൊരു കടയിൽ പോയി മേടിച്ചില്ല, രൂപ കൊടുത്ത് മേടിച്ചില്ല, ഒന്നും മേടിച്ചില്ല. ദൈവം നമുക്ക് സൗജന്യമായി തന്നതാണ് കൃപ. നമ്മൾ യേശു ക്രിസ്തുവിനെ തേടിപ്പോയില്ല. നിങ്ങൾ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ തേടിപ്പോയോ? ഞാൻ തേടിപ്പോയില്ല. എന്നെ തേടി വന്നു, തേടി വന്ന് രക്ഷിച്ചു. അവൻ്റെ മകളാക്കി, അവൻ്റെ ശിഷ്യളാക്കി എന്നെ തീർത്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ ദൈവത്തെ ഞാൻ പ്രീതി ചെയ്യുന്നതും എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതും ആ ഒരു വിഷയം കൊണ്ടാണ്. നമ്മളെ തേടി വന്ന് കൃപയാൽ നമ്മെ രക്ഷിച്ചു. കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചു. എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടിയാണ് മരണം അനുഭവിച്ചത്. അതായത് എന്തെല്ലാം കഷ്ടങ്ങൾ അവൻ അനുഭവിച്ചു, ഏതെല്ലാം നോവുകൾ തിന്നു, എന്തെല്ലാം അനുഭവിച്ച് നമുക്ക് വേണ്ടി മരിച്ചു. ഒരു തുള്ളി രക്തമില്ലാതെ നമുക്ക് വേണ്ടി ഒഴുക്കി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ജീവിക്കുന്ന ദൈവം, നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം, അവൻ സർവ്വവ്യാപി. ഇന്നിവിടെ പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സൗഖ്യം പ്രാപിക്കും. ഇന്നിവിടെ പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സൗഖ്യം പ്രാപിക്കും. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്, നിൽക്കുന്നു. കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നല്ലോ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോഴാണ് ദൈവകൃപ നമുക്ക് ലഭിച്ചത്. പ്രിയ മക്കളെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ കൃപ ലഭിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ 1 തീമോത്തി 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താലും ദൈവ സ്നേഹത്താലുമാണ് യേശു ക്രിസ്തുവിലുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും സ്നേഹമില്ല, എവിടെ നോക്കിയാലും സ്നേഹമില്ല. രാജ്യത്ത് സ്നേഹമില്ല, ഭവനങ്ങളിൽ സ്നേഹമില്ല, വില്ലേജുകളിൽ സ്നേഹമില്ല, വ്യക്തികളിൽ സ്നേഹമില്ല, എവിടെ നോക്കിയാലും സ്നേഹമില്ല. ഇന്ന് ന്യൂസ് നോക്കുമ്പോൾ ഓരോ മകൻ അമ്മയെ വെട്ടി ഞുറുക്കി കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവം പോലെ ഒരു രാജ്യത്തും നടക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അത്ര കെട്ടുപോയി നമ്മുടെ കേരളം. അതിൻ്റെ ഫലമായി ദൈവം കേരളത്തെ ഭാഗമായിട്ട് നശിപ്പിച്ചു കളയും. നിങ്ങൾ എഴുതി വെച്ചു. സാലുക്കുട്ടി ചുമ്മാ പറയല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവനോട് സംസാരിക്കുന്ന വിഷയം ഞാൻ ഇന്ന് ഈ TV-യുടെ മുമ്പിൽ നിന്ന്, ഇന്ന് ഡേറ്റ് എത്രയാണ്, ഭാഗമായിട്ട് എവിടെ അക്രമം നടക്കുന്നു, ദൈവം ഇനിയും കണ്ണടച്ചിരിക്കത്തില്ല. ദൈവം പ്രവർത്തിക്കും. ഭയങ്കര കഷ്ടം
ദൈവം തരും മനുഷ്യർക്ക്. പ്രിയ മക്കളെ, എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത്. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്ത് അത് വരരുത്, അങ്ങനെ ആകരുത് എന്നും പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കരുത്. കാരണം എന്നു ചോദിച്ചാൽ അന്യായം ദേശത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമില്ല. എവിടെ നോക്കിയാലും കൊലയും കുത്തും കഷ്ടവും കഞ്ചാവും കുടിയും വലിയും. അതുകൊണ്ട് നമ്മളെ വിശ്വാസത്താലും സ്നേഹത്താലുമാണ് യേശു ക്രിസ്തുവിലുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് സ്നേഹം വേണം. നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? പഴയ നിയമകാലത്ത് 10 ആജ്ഞയാണ് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 10 കൂടെ ചേർന്ന് 2 തന്നിട്ടുള്ളൂ. എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്കിയേ. നിങ്ങളിൽ സ്നേഹമുണ്ടോ? നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ടോ? അയൽക്കാരത്തിയെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. വഴി പോലും കൊടുക്കാതെ വഴി വരെ കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. അതെന്ത് സ്നേഹമാണ്? നീ ഈ ഭൂമിയും കൊണ്ട് സ്വർഗത്തിൽ പോകാനൊക്കുമോ? നരകത്തിൽ പോകാനൊക്കുമോ? നരകത്തിലും കൊണ്ടുപോകാനൊക്കത്തില്ല, സ്വർഗത്തിലും കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പം അവർക്കൊരു സ്വല്പം വഴി വിട്ടുകൊടുക്കേ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. കൂടുതലായി ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്വല്പമല്ല. നീ ഉപകാരം ചെയ്ത് നോക്കിയേ. ഉപകാരം ചെയ്താൽ ദൈവം സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് സ്ഥലം പോരാത്ത വിധത്തിൽ നിന്നെ അനുഗ്രഹിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ കൊടുത്തു നോക്കിയേ. ദൈവം നിന്നെ കൂടുതലായിട്ടും അനുഗ്രഹിക്കും. റോമർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നത്. വിശ്വാസത്താൽ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നു. ദൈവത്തിൻ്റെ ദാനമായ കൃപയാണ്. ഈ കൃപ നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല. എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. വെറുതെ മക്കളെ ദൈവം നമ്മളെ കൊണ്ടുപോകത്തില്ല. ദൈവം നമ്മളെ കൊണ്ടുപോകണമെന്നും വരികില്ലേ, നമ്മൾ ദൈവത്തിന് അനുയോജ്യമായി ബൈബിള് വായിക്കുക, പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ദൈവസന്നിധിയിൽ താണിരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. എല്ലാ വിധത്തിലും നമ്മൾ ദൈവത്തിന് പ്രയോജനകരമായ മാനപാത്രമാക്കി എന്നെ തീർക്കണമേ കർത്താവേ. അനേകർക്ക് പ്രയോജനകരമായ ഒരു മാനപാത്രമാക്കി എന്നെ തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അല്ലാതെ നമ്മുടെ മിടുക്ക് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ നമ്മൾ കുറേ രൂപ കൊണ്ട് കൊടുത്തോ ഒന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവമക്കളായി തീർന്നതും ദൈവത്തിൻ്റെ കൃപയാലാണ്. സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നതും ദൈവത്തിൻ്റെ കൃപയാലാണ്. നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് നമ്മുടെ വായ സാക്കാകത്തില്ല, മതിയാകത്തില്ല. നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരുമായി തീരണം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, പൗലന്, അവൻ്റെ പേര് നേരത്തെ ശൗലെന്നായിരുന്നു. അവൻ്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവമക്കളെ നശിപ്പിക്കുക. എവിടെ ദൈവമക്കളെ കണ്ടാലും അവരെ അടിക്കുക, വലിച്ചുകൊണ്ട് പോയി ജയിലിലിടുക, പോലീസുകാരെ ഏൽപ്പിക്കുക. ഇതൊക്കെയായിരുന്നു അവൻ്റെ തൊഴിൽ. അവൻ വലിയ അധികാരികളുടെ കയ്യിൽ നിന്ന് അധികാരി പത്രം മേടിച്ചോണ്ട് കുതിരപ്പുറത്ത് കയറി അങ്ങനെ പോവുകയാണ്. എന്തിന്? ഈ പാവപ്പെട്ട ദൈവമക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി. അവൻ്റെ കണ്ണിലോട്ട് ലോകരക്ഷകനായി ദൈവത്തിൻ്റെ പ്രകാശം അവൻ്റെ കണ്ണിലോട്ട് അടിച്ചു. നമ്മുടെ ദൈവം ആരാണ്? ലോകത്തിലെ വിളക്കാണ്, ലോകത്തിൻ്റെ വിളക്കാണ്. ആ വിളക്ക് അവൻ്റെ കണ്ണിലോട്ട് അടിച്ചപ്പോൾ അവൻ കുതിരപ്പുറത്തൊന്നും താഴെ വീണ് ഒരിക്കലും അവൻ ദൈവത്തെ വിളിച്ചിട്ടില്ല. ദൈവമേ, നീ ആരാകുന്നു? കർത്തനെ, നീ ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് പറഞ്ഞു. അവൻ എഴുന്നേക്കാൻ നോക്കിയിട്ട് കണ്ണ് കാണുന്നില്ല. തപ്പിത്തടഞ്ഞ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പ്രിയ മക്കളെ, അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ ഉടുക്കിപ്പോയോ? അവനെ ഉടുക്കി വന്നു. നമ്മുടെ ബൈബിളിലെ 14 പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഈ പൗലന്. അവൻ കയ്യിൽ ചങ്ങല ഇട്ടുകൊണ്ടാണ് ദൈവത്തെ ഉയർത്തിപ്പിടിച്ചത്. നീ ദൈവത്തെ, അയ്യോ, നിന്നെ ആരേലും ഒന്ന് വഴക്ക് പറയോ
ചീത്ത വിളിക്കുകയോ ചെയ്തെങ്കിൽ പിന്നെ നീ ആ വില്ലേജിലോട്ടേ പോകത്തില്ല, ആ വീട്ടിലോട്ടേ പോകത്തില്ല. നമ്മൾ ഭയന്നിരിക്കരുത്. ഭയത്തിൻ്റെ ആത്മാവല്ല നമ്മുടെ ആത്മാവ്. നമ്മുടെ ആത്മാവ് ശക്തിയുടെയും ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ശക്തിയുടെയും ധൈര്യത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ്. ബോൺവിറ്റ കുടിച്ച് ശക്തിയല്ല ഞാൻ പറയുന്നത്, ദൈവം തരുന്ന ശക്തിയാണ് ഞാൻ പറയുന്നത്. ആ പൗലോസ് അതിവേദനയാൽ കഷ്ടപ്പെടുകയാണ്. അതിവേദനയാൽ. അവന് എന്ത് വേദനയാണെന്നും ബൈബിളിൽ പറയുന്നില്ല. എൻ്റെ വിശ്വാസം അവന് വയറ്റുവേദനയായിരിക്കുന്നു. വയറ്റുവേദന വരുന്നവർക്കാണ് ഭയങ്കര അതിവേദന വരുന്നത്. അവൻ ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, എൻ്റെ ഈ വേദന മാറ്റിത്തരാൻ. അന്നേരം ദൈവം പറയുന്ന വാക്കാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ വരും. അതും ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കുന്നവർക്കാണ്, കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്കാണ് സ്വല്പ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത്. എന്താന്ന് ചോദിച്ചാൽ, സാത്താൻ ഇവരെ എങ്ങനെയും അടിച്ച് താഴെ ഇടണം, ദൈവത്തിൽ നിന്നും ഇവരെ ദൂരം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ സാത്താൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. പക്ഷേ ആ സാത്താൻ ഓടി നടന്നാലും നമ്മുടെ അടുത്ത് വരാനായിട്ട് നമ്മൾ ഒരു കാരണവശാലും സമ്മതിക്കരുത്. നമ്മളെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ തീയാണ്. തീ നമ്മളിൽ അങ്ങോട്ട് വ്യാപരിച്ചു കഴിയുമ്പോൾ സാത്താൻ നമ്മുടെ 7 അയലോക്കത്ത് വരാനായിട്ടൊക്കത്തില്ല. അയ്യോ, അവിടെ അടുത്ത് ചെല്ലാനൊക്കത്തില്ല, ഭയങ്കര തീയാണ്. കാരണം ഇവിടെ ഞാൻ സാത്താനെ വിടുവിക്കുമ്പോൾ ഓരോ സാത്താനുകളും വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ പറയുന്നത്, അയ്യോ തീയാണ്, എന്നെ കത്തിക്കല്ലേ, എന്നെ കത്തിക്കരുതെന്നും പറഞ്ഞാൽ സാത്താൻ ഓടുന്നത്. പ്രിയ മക്കളെ, ആ ശക്തി നമ്മളിൽ വേണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പൗലോസ് അതിവേദനയാൽ കഷ്ടപ്പെടുന്ന സമയത്ത് യേശുവിനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോൾ യേശു ക്രിസ്തു പൗലോസിനോട് പറഞ്ഞ വാക്കാണ്, എൻ്റെ ബലഹീനതയിൽ ദൈവകൃപ തികഞ്ഞു വരുന്നു. ബലമില്ലാത്ത സമയത്ത് ദൈവകൃപ നമുക്ക് ബലപ്പെടുത്തുന്ന ഒന്നാണ് ദൈവകൃപ. ആ ദൈവകൃപ നമുക്ക് ഓരോരുത്തർക്കും വേണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 2 തീമോത്തി 2-ാം അധ്യായം 1-ാം വാക്യം, എൻ്റെ മകനെ ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. എനിക്കും നിങ്ങളോട് പറയാനുള്ളത് അതൊരു വാക്യമാണ്. നമ്മൾ ദൈവകൃപയിൽ ശക്തിപ്പെടണം. ദൈവകൃപയിൽ ശക്തിപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് 100, 150, 500 വാക്യം കാണാതെ അറിയാമായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രവൃത്തിയിൽ അത് കാണിക്കുന്നില്ല. പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം. ദൈവകൃപ നമ്മളിൽ വസിക്കണം. ആ ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശക്തിപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. ശക്തി ബോൺവിറ്റ കുടിച്ചോ പഞ്ഞപ്പുല്ലോ കുറുക്കി തിന്നാലൊന്നും നമുക്ക് ശക്തി, ആ ശക്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലെ വരണം. ആ ശക്തി വന്നു കഴിയുമ്പോൾ യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷിയായിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശക്തി നമുക്ക് വേണമെന്നൊരു, ആ ശക്തി എങ്ങനെയാണെന്നാ പറഞ്ഞേ? ദൈവകൃപയാൽ ശക്തിപ്പെടുക. ദൈവകൃപയിൽ ശക്തിപ്പെടണമെന്നാണ് പൗലോസ് തീമോത്തിയോസിനോട് പറഞ്ഞു കൊടുത്തത്. പൗലോസ് തീമോത്തിയോസിനോട് പറഞ്ഞത്, കൃപയാലാണ് നമുക്ക് ശക്തിയും ബലവും കിട്ടിയിരിക്കുന്നത്. നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവകൃപയാലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗലാത്യ 5-ാം അധ്യായം 22-ാം വാക്യം. ആ ഫലം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ ഫലം നമ്മളിലില്ല എന്ന് വരികിൽ ഒരു ദൈവകൃപയും നിങ്ങളിൽ പ്രവർത്തിക്കത്തില്ല. ആ ഫലം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ ദൈവകൃപയാൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ദൈവകൃപ വേണം. ഈ ദൈവകൃപയാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം, മുൻപോട്ട് പോകണം. നമ്മളിരിക്കുന്ന അത്രയും കാലം ദൈവകൃപയാൽ ജീവിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉച്ചക്കൂണുമെല്ലാം കഴിഞ്ഞ് ഒരു സ്വല്പ സമയം കിടക്കും. ഞാൻ ഉറങ്ങത്തില്ല, കിടക്കും. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നെ ബെല്ലടിച്ച ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നപ്പോൾ 3 പേര് വന്ന് നിൽക്കുന്നു.
3 പേര് ഞാൻ അകത്ത് കയറ്റി ഇരുത്തി. ആ പെൺകുട്ടിയെ എനിക്കറിയാവുന്ന പെൺകുട്ടിയാണ്. ആ 3 പേര് വന്നിരിക്കുന്നു. വിവരം തിരക്കിയപ്പോൾ എൻ്റെ ആങ്ങളയാണിത്. അവനോട് ഞാൻ ഒത്തിരി പ്രാവശ്യം സുവിശേഷം പറയുകയും ന്യൂ ടെസ്റ്റ്മെൻ്റ് കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത. ഞാൻ അവിടെ വരുന്നത് അവൻ ദൂരെ നിന്ന് കാണുമ്പോഴേ മുറിക്കകത്ത് കയറി കതക് അടയ്ക്കും. അവൻ എഞ്ചിനീയറാണ്. 29 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ടില്ല. അവന് 80,000 രൂപ ശമ്പളമുണ്ട്. അവന് 9 ലക്ഷം രൂപ കടവുമുണ്ട്. അതെങ്ങനെ കടം കയറ്റിയെന്ന് ആർക്കും അറിയത്തില്ല. ഇവന് ട്രാൻസ്ഫർ ആകാനും അതിനും ഇതിനും എല്ലാം ഇവൻ 10 രൂപ പലിശയ്ക്ക് കടം മേടിച്ച് ഇവർക്കും കൊടുത്ത് അവൻ അവിടെ എവിടെയും ട്രാൻസ്ഫർ മേടിക്കുക. പ്രിയ സഹോദര സഹോദരി, ഇവൻ 10-15 ദിവസമായിട്ട് ആഹാരം എടുക്കുന്നില്ല, ഉറക്കം വരുന്നില്ല, ഭയങ്കരത്തിൽ കഷ്ടപ്പെടുകയാണ്. കണ്ണങ്ങോട്ട് അടച്ച ഉടനെ ഇവൻ്റെ പെടലിക്ക് കയറിയിരിക്കുക, നെഞ്ചത്ത് കയറിയിരിക്കുക. പിന്നെ ഇവൻ അനങ്ങാൻ പോലും പറ്റത്തില്ല. അവനങ്ങ് ക്ഷീണിച്ച് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. അവന് ഭക്ഷണമെന്ന് പറയുന്നതേ എടുക്കുന്നില്ല 10-15 ദിവസമായിട്ട്. എനിക്ക് ഇതൊരു നല്ല അവസരമായിട്ട് ഞാൻ അവനോട് സുവിശേഷം എല്ലാം പറഞ്ഞു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവനോട് സംസാരിച്ചിട്ട് അവനെ ഞാൻ സോഫായെന്ന് ഇറക്കി എൻ്റെ അടുത്ത് മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തിപ്പിച്ചു. 2 കൈയും കൂപ്പിപ്പിടിക്കാൻ പറഞ്ഞു. കൂപ്പിപ്പിടിച്ചു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ ഇങ്ങനെ മരം പെടന്നു പോകുന്ന പോലെ പെടന്നങ്ങ് പോയി. മരം പെടന്നു പോകുന്ന പോലെ പെടന്ന് അവിടെ വീണിട്ട് തല ഇങ്ങനെ വെച്ചു. ഞാൻ പറഞ്ഞു, ഇവനുള്ള സൈത്താനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോയിക്കോ. അവന് കൂടോത്രം ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ മേൽ അയച്ചിരിക്കുന്നതാണ്. ഞാൻ 1 ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് അവന് കുടിക്കാൻ കൊടുത്തു. എണ്ണ പ്രാർത്ഥിച്ച് അവൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് മേത്തെല്ലാം തൂക്കാൻ പറഞ്ഞു. മേത്തെല്ലാം തൂത്തു. എന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് ഇച്ചിരി കഴിഞ്ഞു. അവനോട് എഴുന്നേക്കാൻ ഇങ്ങനെ കൈ കാണിച്ച ഉടനെ അവൻ എഴുന്നേറ്റിരുന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി, നീ എങ്ങനെ താഴെ വീണെന്ന് ചോദിച്ചു. എന്നെ ആരോ വലിച്ചോണ്ട് പോയി, അതുപോലെ താഴെ വീണത്, ആരോ വലിച്ചോണ്ട് പോയതുപോലായെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്കിതൊരു നല്ല അവസരമായിട്ട് ഞാൻ അവനോട് ദൈവകാര്യം എല്ലാം പറഞ്ഞ് അവൻ ഈ ഞായറാഴ്ച പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് നാണംകേട്. ആർക്കും മുഖം കൊടുത്തില്ല. ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടു അവനവിടെ ഇരിക്കുന്നത്. അവന് ഞാൻ ഇന്നലെ ഫോൺ ചെയ്ത് ചോദിച്ചു എങ്ങനുണ്ടെന്ന്. സുഖമായിരിക്കുന്ന ആൻറ്റി, യാതൊരു കുഴപ്പവുമില്ല, ഭക്ഷണം കഴിക്കുന്നു, നല്ലതായിട്ട് ഉറങ്ങുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാ മക്കളെ? ഈ ആൻറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം എൻ്റെ ആലയത്തിലുണ്ട്. എൻ്റെ ആലയത്തിൽ എൻ്റെ യേശു ഉണ്ട്. എൻ്റെ കൈ നീട്ടുമ്പോൾ ഇതെൻ്റെ കൈ അല്ല, ഇതെൻ്റെ അപ്പച്ചൻ്റെ കൈയാണ്. ഈ കൈ, ആണിപ്പാടുള്ള കരം എൻ്റെ കൈമേലുണ്ട്. പിന്നെ ഞാൻ അതുകൊണ്ടൊന്നും ഭയപ്പെടത്തില്ല. എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉള്ളപ്പം ഞാൻ എന്തിനു ഭയപ്പെടാനാ? കൊച്ചു പിള്ളേരെയും കയ്യെ പിടിച്ചുകൊണ്ട് പോയാൽ ആ കൊച്ചു പിള്ളേർക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? ഒരു ഭയവുമില്ല. അവരപ്പനാണ് അവരെ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, പ്രിയ സഹോദര സഹോദരി, എൻ്റെ അപ്പനാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ കൃപയാൽ ജീവിക്കണം, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കണം. എന്നെ കേൾക്കുന്നവരെ ദൈവത്തോട് അടുത്ത് ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അടുത്ത് ജീവിക്കണം. നിങ്ങൾ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞതുകൊണ്ടോ, ഞാൻ മർത്തോമയാ, ഞാൻ CSIയാ, ഞാൻ യാക്കോബയാ, ഞാൻ കാതലിക്സാ, ഞാൻ ബെന്തക്കോസ്താന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ കൃപയോടുകൂടെ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിൽ പറയുക, കരയുക. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രീതിയുള്ള സ്വർഗീയ തന്തേ, കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥപിതാവേ, അപ്പച്ചാ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ദൂരത്തും ചാരത്തും ആർക്കിനും മക്കളെ നീ അനുഗ്രഹിക്കണമേ. ആരും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ, തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. നിനക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളും നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആയുധ
ആയുധങ്ങളുമാക്കി തീർക്കണമേ അപ്പച്ച. കർത്താവേ, നിന്റെ കൃപയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ലപ്പ. നിന്റെ കൃപ ഞങ്ങൾക്ക് വേണമപ്പ, നിന്റെ ശക്തി ഞങ്ങൾക്ക് വേണമപ്പ. കർത്താവേ, നിനക്ക് സ്തോത്രപ്പച്ച, സ്തോത്രം കർത്താവേ. ആ പരിശുദ്ധാത്മാവിൻ്റെ മഴ, ആ പരിശുദ്ധാത്മാവിൻ്റെ തീ ഞങ്ങളുടെ മേലെ ഇറക്കണമേ അപ്പ. കർത്താവേ, നീ പ്രവർത്തിക്കണമേ. എത്രയോ ജനങ്ങൾ കർത്താവേ ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ലാതെ കഴിയുന്നപ്പ. നീ അവർക്ക് സമാധാനത്തെ കൊടുക്കണമേ, ശാന്തിയെ കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ. കർത്താവേ, കൈവിടല്ലപ്പ. എത്രയോ ജനങ്ങൾ കർത്താവേ കഴിയുന്നപ്പ. നീ അവരോട് ഇടപെടണമേ അപ്പ. ഒരിക്കലും വെച്ച് നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. ഏതെല്ലാം രോഗങ്ങളാൽ ജനങ്ങൾ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നപ്പ, അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ കർത്താവേ. വിടുതൽ കൊടുക്കണമേ കർത്താവേ. നീ വിടുതൽ കൊടുക്കണമേ. നിന്റെ കര ഇപ്പോൾ തന്നെ തൊടണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ അപ്പച്ച. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ അപ്പ. തലേനോവ്, വയറ്റുവേദന കർത്താവെ, ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ. പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ കർത്താവേ. കൈവിടല്ലപ്പ. ഒരിക്കലും ഒരിക്കലും നെച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പ. നീ വേഗം വരുന്ന ദൈവമാകിയ ആൾ നിനക്ക് സ്തോത്രം കർത്താവേ. പൊന്നു ദൈവമേ, നിനക്ക് സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യ ഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണമേ. കടഭാരത്താൽ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, അവരുടെ കടഭാരത്തെ നീ മാറ്റിക്കൊടുക്കണമേ. മക്കൾ എത്രയോ കുടുംബങ്ങളെ നശിപ്പിക്കുന്നപ്പ, എത്രയോ മാതാപിതാക്കളെ നശിപ്പിക്കുന്നപ്പ, അവരോട് നീ ഇടപെടണമേ കർത്താവേ. അപ്പച്ചാ, നിനക്ക് സ്തോത്രപ്പ, സ്തോത്രം കർത്താവേ. അപ്പ, ഞാനും വയസ്സാകും, ഞാനും പ്രായമാകുമെന്ന് മക്കൾ വിചാരിക്കുന്നില്ലല്ലോപ്പ. കർത്താവേ, നിനക്ക് സ്തോത്രപ്പ. പ്രായമായ ഒരപ്പൻ മരിച്ചപ്പോൾ ആ മുറ്റത്ത് കൊണ്ടുവന്നപ്പോൾ മകനും മരുമോളും കർത്താവേ വീട് പൂട്ടിയിട്ട് ഇറങ്ങിപ്പോയല്ലപ്പ. ദൈവമേ, നീ അവരോട് ഇടപെടണമേ, ഇടപെടണമേ. കൈവിടല്ലപ്പ. യേശുവേ, എല്ലാം നീ അറിയുന്നപ്പ, എല്ലാം നീ കാണുന്നപ്പ. നിന്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. നിന്റെ പൊന്നുകർ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ അപ്പച്ചാ. കേരളത്തോട് നീ ഇടപെടണമേ അപ്പ. കേരളത്തോട് നീ ഇടപെടണമേ അപ്പ. അപ്പ, ഗോഡ്സ് ഓൺ കൺട്രി എന്നും പറഞ്ഞ് നടന്ന കേരളമാണല്ലപ്പ. ഇത് സാത്താൻ കൺട്രിയായി തീർന്നല്ലപ്പ. ദൈവമേ, നീ അവരോട് ഇടപെടണമേ അപ്പ. കൈവിടല്ലപ്പ, കൈവിടല്ലപ്പ. യേശുവേ, എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. കൈവിടല്ലപ്പ. ഒരുത്തർ പോലും നെച്ച് വന്നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. സുവിശേഷം 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. അപ്പത്താ, നീ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിച്ചാൽ ഫോൺ വിളിച്ച്